Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. You are carrying a atmosphere. അപ്പോസ്തല പ്രവൃത്തി chapter 3 verse 6. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഈ വേർഡ് പത്രോസും യോഹന്നാനും ഒരുമിച്ച് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭിക്ഷ യാചിക്കുന്ന ജന്മനാൽ മുതൽ മുടന്തനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇന്ന് നിങ്ങൾ കടന്നു ചെല്ലുന്ന സിറ്റുവേഷൻ, സാഹചര്യം നോക്കുമ്പോൾ വളരെ ഇയേഴ്സ് ഓഫ് ബാക്കിലുള്ള പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ചെയ്യും, നമ്മൾ ഇയേഴ്സ് ഓഫ് ബാക്കിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ഇനിയും അസാധ്യമാണ്, സാധ്യമല്ല. എന്നാൽ നമ്മൾ വഹിക്കുന്ന ഹോളി സ്പിരിറ്റ് ക്യാരി ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബുദ്ധിപരമായ പലതിനെയും ഇടിച്ചു കളഞ്ഞുകൊണ്ട്, തുടച്ചു മാറ്റി, വൈപ്പ് ചെയ്തിട്ട് ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നീങ്ങുന്നതാണ് ഹോളി സ്പിരിറ്റ്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഇതിനും മൂന്നിനും ഒരേപോലെയാണ് പവർ. അത് ക്യാരി ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നാം പോകുന്ന വഴികളിലും വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളത് നാം വിശ്വസിക്കണം. യു ആർ ക്യാരിങ് എ അറ്റ്മോസ്ഫിയർ. നിങ്ങൾ ക്യാരി ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് അവിടെയുള്ള അറ്റ്മോസ്ഫിയറിനെ, ബാഡ് സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യുവാനിടയാകും. ഇന്ന് ഈ സമയം ആരോ ഇത് കേട്ടോണ്ടിരിക്കുന്നു, ഈ മെലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോകുന്ന ചില ഇടത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാ. നിങ്ങൾ പോകുന്ന സ്ഥലത്തെ പിശാചിന്റെ കെട്ടുകൾ പൊളിയാൻ പോവാ. ബാഡ് റിപ്പോർട്ടുകൾ മാറാൻ പോകുന്നു. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ശത്രു സൈന്യം ഉടയാൻ പോകുന്നു. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ചില ഗോലിയാത്തിന്റെ വെല്ലുവിളികൾ ഉയരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുന്നു. കാരണം നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഹോളി സ്പിരിറ്റിന്റെ പവർ അത്രത്തോളം ഭയങ്കരമാണ്. യെസ്, എന്തോ ഭയങ്കര മാറ്റം നിങ്ങൾ വാ തുറക്കുമ്പോൾ അത് കാണാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാതെ സഞ്ചരിക്കുന്നു. പത്രോസ് യോഹന്നാനും വഴിയിൽ അല്ലെങ്കിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു ഭിക്ഷക്കാരൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യം നടക്കുന്നു. സഡനായിട്ട് എന്ത്? അവിടെ ചെല്ലുമ്പോൾ ഒരുത്തൻ ഭിക്ഷ ചോദിക്കുന്നു. പക്ഷേ അവരുടെ ഭൗതിക മണ്ഡലം വിട്ടു. പത്രോസിന്റെ യോഹന്നാന്റെയും വേൾഡ് തിങ്കിങ് വിട്ടു, വേൾഡ് കാൽക്കുലേഷൻ വിട്ടു. എന്താ? വെള്ളിയും പൊന്നും ഈ ലോകത്തിൻ്റെ, അത് ഈ ലോകത്തിൻ്റെ ധനമാ, ഈ ലോകത്തിൻ്റെ പവർ, ഈ ലോകത്തിൻ്റെ മാഹാത്മ്യമാ വെള്ളി, പൊന്ന്. അതിനപ്പുറത്തൊന്നുണ്ട്. അവർ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് പറയുക, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. സഡനായി ചില കാര്യങ്ങൾ നടന്നു. സഡനായി ചില മാറ്റങ്ങൾ സംഭവിച്ചു. എന്തോ സഡനായി ചിലത് സംഭവിക്കാൻ പോകും. സഡനായി ചിലത് ചെയ്യാൻ പോകും. നിങ്ങൾ പ്രയാസപ്പെട്ടു പോകുന്ന വിഷയം പിന്നെ നോക്കുമ്പോൾ അത് കാണുകയില്ല. ദൈവാത്മാവിന്റെ വലിയ വിടുതൽ അവിടെ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ആത്മാവിൻ്റെ ശക്തി തിരിച്ചറിയുക.
അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു, അത് നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നു. കർത്താവേ, വന്നിരിക്കുന്ന ജനം ഉറാമാനസേഖ ഒരു ഭയങ്കര മാറ്റം സംഭവിക്കട്ടെ, ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ, അസാധാരണ കാര്യങ്ങളിലേക്ക് എത്തട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾ വേറെ ലെവലിൽ എത്തുന്നു. നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ മാറിപ്പോകുന്നു. നിങ്ങൾ ചാടി എഴുന്നേൽക്കുന്നു. നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ആത്മാവിലാകുന്നു. നിങ്ങൾ റിവൈവലിലേക്ക് കാലുവെക്കാൻ പോവുകയാണ്. വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. സെപ്റ്റംബർ 6, 7 കാനഡയിൽ കിച്ചണയർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ മെലെ കോൺഫറൻസ് നടക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ബ്രോഷർ ഇട്ടുകൊടുക്കുക, അവരെ കൊണ്ടുവരിക. ഒരു വലിയ ആത്മപകർച്ചയുടെ നാളുകളാണ്. ദൈവം ഒരു കാലത്ത് കാനഡയിൽ നിന്ന് എഴുന്നേറ്റവരെല്ലാം അവിടുന്ന് പല രാജ്യങ്ങളിൽ പോയി. എന്നാൽ ഈ സീസൺ കാനഡയെ ഉണർത്താൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാനഡയിൽ ഒരു ഉണർവ് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള അയൽ രാജ്യങ്ങളിൽ ഒരു ഉണർവ് ആരംഭിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വരണം. ആത്മഭാരത്തോടെ വരിക, പ്രാർത്ഥിക്കുക. വേഗത്തിൽ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ ഓർപ്പിക്കുന്നു. ജൂൺ മാസം 1-ാം തീയതി ഈ പുനലൂരിൽ വെച്ച് ഒരു യൂത്ത് കോൺഫറൻസ്, നിങ്ങളുടെ ജനറേഷൻ അടുത്ത ലെവലിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു പ്രോമിസ്, ഒരു കൺസീവ് ആയിരിക്കുന്ന ഒരു വേർഡാണ്, വാഗ്ദത്തമാണത്. അതുകൊണ്ട് ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ ഏത് സഭയാണ്, ആർക്കും ഇതിനകത്തിൽ വന്ന് സംബന്ധിക്കാം. ഒരു ഭയങ്കര മാറ്റം എൻ്റെ ഹൃദയത്തിൽ. ആ സഭ എന്നുള്ള നെയിം ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. ആമേൻ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് ദൈവം എനിക്ക് തന്നു. ഉണർവ് എവിടെ ഉണ്ടായാലും ഞാൻ അതിൽ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. സന്തോഷിക്കുന്നയാളാണ്. നിങ്ങളുടെ ജനറേഷൻ അതിനുവേണ്ടി ഒരുങ്ങുകയും വരികയും ചെയ്യട്ടെ. ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവരായാലും വരട്ടെ. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. God bless you. Love you.